ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സന ഫൈസി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഫൈസുവിൻ്റെ സ്കൂളിൽ ഗ്രാൻഡ് പാരൻസ് ഡേ ആട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് കാലിന് വയ്യാത്തത് കൊണ്ട് തന്നെ ഉമ്മാക്ക് കൂട്ടിനായിട്ട്, അതായത് അവനെയും കൂടി ശ്രദ്ധിക്കണ്ടേ. ഉമ്മാക്ക് ബസ്സിന് അവനെ പിടിച്ച് കയറ്റാനൊന്നും പറ്റാത്തതുകൊണ്ട് എന്നെയും കൂടി കൂട്ടിന് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ അവൻ്റെ സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ അവൻ്റെ സ്കൂള് ചന്ദ്രൂരാണ്. ചന്ദ്രൂർ ഹെവൻസ് എന്ന് പറയുന്ന സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് അവിടെ ഗ്രാൻഡ് പാരൻസ് ഡേ ആണ്. അപ്പോൾ ഉമ്മച്ചിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഹൈവേ എത്താനായി. ഇപ്പോൾ ബ്ലോക്ക് ആയത് കാരണം ഇങ്ങനത്തെ കൂട്ടുവഴി കൂടിയൊക്കെയാണ് ബസ്സാണെങ്കിലും ഒക്കെ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇന്ന് വലിയ ബ്ലോക്കില്ലായിരുന്നെങ്കിലും ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ തുറവൂരിൽ നിന്ന് ചന്ദ്രൂരോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. അപ്പോൾ അതാ അവൻ്റെ സ്കൂളിൽ ഇപ്പോൾ എത്താനായിട്ടോ. അപ്പോൾ എത്തി അവൻ അങ്ങോട്ട് പോകാൻ കിട്ടിയിടാം കേട്ടോ പൈസൂൻ്റെ സ്കൂള്. ഞങ്ങൾ അവിടെ നിൽക്കണപ്പോൾ പിന്നെയും തിരിച്ച് വന്നിട്ട് പിന്നെയും ഓടിപ്പോയി. അപ്പോൾ അവൻ ഫസ്റ്റ് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ പോലെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ഗ്രാൻഡ് പാരൻസ് ഡേ എന്നൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. പിന്നെ ഫസ്റ്റ് തന്നെ അവൻ്റെ പരിപാടിയായിരുന്നു. അവൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അവനോട് പിള്ളേരോട് താഴത്ത് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് എല്ലാവരും കൂടി, ഗ്രാൻഡ് മദേഴ്സ് എല്ലാം കൂടി നിന്നിട്ട് ഒരു ഗെയിം കളിക്കാനുണ്ടായിരുന്നു. പാസിംഗ് ബോളായിരുന്നു. അപ്പോൾ ഒരു പാട്ട് വെച്ചു. ഈ പാട്ട് കേൾക്കുമ്പോൾ അറയിലാണ് ബോള്, അവർ ഔട്ടാകും കേട്ടോ. അപ്പോൾ പിന്നെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ആയിട്ടോ ബാസ്ക്കറ്റ് ബോൾ പോലെയൊക്കെ. പിന്നെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ തന്നെ നാരങ്ങ സ്പൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചിലവർ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ നാരങ്ങ സ്പൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെഡ് കാർപ്പറ്റിൽ ചെന്നിട്ട് വേണം തിരിച്ചു വരാൻ. ചിലവർ അതിൽ പോലും ചവിട്ടാൻ നേരെ പോയി ഫസ്റ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫൗളാണ്, പക്ഷേ അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ജയിച്ച ഗ്രാൻഡ് മദേഴ്സിനൊക്കെ ഗ്രാൻഡ് ഫാദേഴ്സിനും ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഫൈസുവിൻ്റെ ക്ലാസ്സുകാരാട്ടോ ഇതൊക്കെ, ഫൈസുവിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അവനങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവന് കിട്ടിയത് അതായത് എല്ലാ പിള്ളേർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് കിട്ടിയ ഇതായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ഗ്രാൻഡ് പാരൻസിനെ ഓരോ കുട്ടികളും വിളിക്കും. അപ്പോൾ അവരിങ്ങനെ എണീറ്റ് വരണം തിരിച്ചറിയലായിരുന്നു. അപ്പോൾ പിന്നെ പോരാൻ നേരത്ത് അവന് നാരങ്ങ വെള്ളവും കേക്കൊക്കെ കിട്ടി. പിന്നെ ഒരു കുട്ടീനോട് വിളിക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടി നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ആ കൊച്ചിനെ നേരെ കൊണ്ടുപോയി നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോയും കാണിച്ചു. പിന്നെ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അവരുടെ പരിപാടി കഴിഞ്ഞപ്പോൾ അവർക്ക് പോകുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവൻ എല്ലാത്തിനും ഫസ്റ്റ് തന്നെ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് അധികം നടപ്പുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. അവൻ മുമ്പേ പോവുക കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി. അപ്പം ഞങ്ങൾ ബാക്കിലോട്ട് പോകാം കേട്ടോ. ബാക്കിൽ സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ. ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത്. പിന്നെ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒന്ന് ബേക്കറി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ ബാഗ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ടിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിടിക്കത്തില്ല, നീ തന്നെ പിടിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ തൂക്കിക്കൊണ്ട് ഓടണേണ് ഗൈസ് ഈ കാണുന്നത്. എന്നിട്ട് ഏതോ ഒരു വഴി കൂടിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീടെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.